നമസ്കാരം. ഈ വിശ്വാസം കൂടി വരുമ്പോൾ അത് അന്ധവിശ്വാസമായി പോകുമെന്ന് പണ്ടാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ന്യായമായ രീതിയിലുള്ള വിശ്വാസവും ഒക്കെ വേണം. നമ്മൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരാൾക്കാർ വിദ്യാഭ്യാസ സമ്പന്നരാകുക എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ പ്രത്യേകിച്ച് ഈ വിശ്വാസ കാര്യങ്ങൾക്കകത്ത്, ആത്മീയ വിശ്വാസ കാര്യങ്ങൾക്കകത്ത് ഭയങ്കരമായ വിശ്വാസത്തിൽ വളർന്ന് ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അന്ധമായ വിശ്വാസത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് ഈ കൂടോത്രം പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ, ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ അല്ല സാമ്പത്തിക ഭദ്രതയുടെ ഒരു 50% കാര്യങ്ങളും അതിർത്തി കാക്കുന്നതിനും അതിന് വേണ്ട കാര്യങ്ങൾക്കൊക്കെയാണ്. മിലിറ്ററി കാര്യങ്ങൾക്കും അവരുടെ ശമ്പളത്തിനും അല്ലെങ്കിൽ യുദ്ധസാമഗ്രികളൊക്കെ മേടിക്കുന്നതിനൊക്കെയാണ് ഈ പറയുന്ന പൈസ 50% പൈസ വിനിയോഗിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒരു അതിർത്തി കാത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തെ സംരക്ഷണത്തിൽ നിർത്താൻ വേണ്ടിയിട്ടാണ്. ഈ കൂടോത്രമൊക്കെ എത്ര വലിയ ശക്തരാണെങ്കിൽ ഒരു 10 ടൺ ലോറി മേടിച്ച് ഈ മുട്ട കൊണ്ടുവന്ന് കുറേ കൂടോത്രം ചെയ്ത് ബോർഡറിൽ വെച്ചാൽ മതിയല്ലോ. ഈ അതിർത്തി കയറി വരുന്ന ആൾക്കാർക്ക് ശാപമായിട്ട് പോകത്തില്ലേ? അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് അത് ചിന്തിക്കണം. ഞാൻ പറയാൻ പോകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എന്നെ വിളിച്ച് എന്നോട് ഒത്തിരി വിഷമം പറഞ്ഞു. കാരണം ഈ അമ്മയുടെ മകൾ, 2 മക്കളാണ് അമ്മയ്ക്കുള്ള, ഒരു മകനും ഒരു മകളും. മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഈ മകൾ ഇടയ്ക്കൊക്കെ വീട്ടിൽ വരും, സ്വന്തം വീട്ടിൽ വരും. ഈ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം പോലും ഈ മകൾ കഴിക്കത്തില്ല. കഴിക്കാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മകളോട് ആരോ പറഞ്ഞിട്ടുണ്ട് അമ്മ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അല്ല, ഈ മകൾക്ക് പേടിയാണ് അമ്മ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് കൂടോത്രം ചെയ്താണോ മകൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇനി അഥവാ മകൾക്കൊരു ചായ ഇട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ മകൾ തന്നെ ചായ ഇട്ട് കുടിച്ച് അതങ്ങ് കുടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഭക്ഷണം ഉണ്ടെങ്കിൽ ആ കോമൺ ഭക്ഷണം കഴിക്കും. കാരണം അപ്പോൾ എല്ലാവർക്കും അഫക്റ്റഡ് ആണല്ലോ. അപ്പോൾ അമ്മ ഒരിക്കലും കൂടോത്രം ചെയ്യത്തില്ല എന്നൊരു ധൈര്യം. ഇത് അവിടെ ഇവിടെയും തൊടാതെ മകൾ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അമ്മ പറയുകയാണ്, ഇവിടെ അതും വളരെയധികം പഠിത്തമുള്ള നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പെണ്ണാണ്. ഇവരുടെ മനസ്സിലാണ് കൂടോത്രം. അത് സ്വന്തം അമ്മ മകൾ നശിക്കാൻ വേണ്ടി, മകളുടെ കുടുംബം നശിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തെന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആ മകളുടെ വീട്ടിൽ നടക്കുന്ന ഒരു നല്ല കാര്യവും ഈ അമ്മയെ വിളിച്ച് പറയത്തില്ല. അല്ല, അമ്മയുടെ വീട്ടിൽ വിളിച്ചില്ല, സഹോദരനോടൊന്നും പറയത്തില്ല. ഞാൻ പറയുന്നത്, നമുക്ക് പഠിത്തം ഉണ്ടാകുമ്പോൾ വകതിരിവും ബോധവും ഉണ്ടാകണം. അതുമാത്രം അത് LKG UKG കൊണ്ട് വെച്ചിട്ട് പഠിത്തം മാത്രം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമില്ല. താങ്ക് യു.